ഇതാണ് അവർ താമസിക്കുന്ന വീട്. ഒരു ബാത്റൂം കക്കൂസും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വീടാണ് കേട്ടോ ഇത്. അങ്ങനെയുള്ളൊരു വീടാണ്. ഇതാണ് സന്തോഷ് എന്ന് പറയുന്നത്. അദ്ദേഹം കിഡ്നി കംപ്ലൈൻ്റ് ആണ്, ഒരു കാല് മുറിച്ചതാണ്. ഇങ്ങനെ എൻ്റെ തല ഇടിക്കും. അപ്പം അതുപോലെ ഇങ്ങനെ ഉള്ളൊരു വീടാണ്. ഷീറ്റ് കൊണ്ടാണ് ഇതൊക്കെ മറച്ചിട്ടേക്കുന്നത്. ഇതാണ് ഇവിടെ അടുക്കള. തറയൊക്കെ ചാണകം തെളിച്ച തറയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ചാണകം തെളിച്ച തറയെന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഇല്ലാത്ത ഒന്നാണ്. നേരത്തെ നല്ലൊരു വീടുണ്ടായിരുന്നു, അത് ഇങ്ങനെ അത് തകർന്നു പോകാൻ കാരണം എന്താ? അത് ഇവിടെ മണ്ണ് പുറയുന്ന ഇങ്ങനെ ഭയങ്കര 2 കല്ലും മണ്ണോടെ കൂടി ഇങ്ങനെ നിരങ്ങി ഇങ്ങനെ വന്ന് ഇടിഞ്ഞ് വന്ന് തള്ളിപ്പോന്നു. വൃത്തി മൊത്തം ബാക്കിൽ മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് തള്ളിപ്പോന്നു. അകത്തേക്ക് കയറി കല്ലും മണ്ണും കൂടെ അകത്തോട്ട് കയറിപ്പോന്നു. ഓക്കെ, ഞാൻ ആ വീടൊന്ന് നോക്കട്ടെ. ഈ വീടാണ് മേളത്തെ. അതിൽ നിന്ന് കല്ലെല്ലാം കൂടെ വീണിട്ട് ഈ വീട് താമസയോഗ്യമല്ല. ഇത് പണിയാനും പറ്റുന്ന സാഹചര്യമല്ല. ഇത് മൊത്തം പോയി. അതുകൊണ്ടാണ് അവരങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് താമസിക്കേണ്ടി വന്നിരിക്കുന്നത്. താമസിക്കുന്നത് തന്നെ അപകടമാണ്. കാരണം നമ്മൾ ഈ ചൂരമല സംഭവമൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണാൽ ഈ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ വീടും പോവും. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെ സാഹചര്യത്തിനകത്താണ് അവർ ജീവിക്കുന്നത്. എനിക്കും തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായി. ഞാനും ഒരു റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കഷ്ടതകൾ കാണുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് വന്നതാണേ. എനിക്ക് ആശുപത്രി പോകണം. അതിന് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പൈസ സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ ആശുപത്രി പോകുള്ളൂ. എൻ്റെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ്. എൻ്റെ ആശുപത്രി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞത് സമയമൊക്കെ കഴിഞ്ഞു പോയതാണ്. എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് പോകാതിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യേണ്ടിയിട്ട് വരും. അപ്പോൾ അങ്ങനെ എനിക്ക് ആശുപത്രി പോകാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന്. എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ഉണ്ടായാൽ മാത്രമേ എനിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. മക്കളാ ഉള്ളത്? 2 മക്കൾ. അവരെന്തെടുക്കുന്നു? ഒരാൾ വിവാഹം കഴിച്ചു. വേറെ ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വേറെ വാടകയ്ക്കായിട്ട് മാറി താമസിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താ ജോലി? അദ്ദേഹം കൂലിപ്പണിക്കൊക്കെ പോവുകയാണ്. സഹായിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. വാടക കാശ്. മോള് പഠിക്കുവാണ്. സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉള്ളതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം തൊട്ട് ഗ്രാൻഡ് വന്നിട്ടില്ല ഇതുവരെ നിലവിൽ. അപ്പോൾ കോളേജിൽ നിന്ന് പറഞ്ഞു ഗ്രാൻഡൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിത്തം നിന്ന് പോകാൻ സാധ്യത. അതിന് മാർഗങ്ങളൊന്നുമില്ല. മോക്ക് വിദ്യാഭ്യാസ ചെലവൊക്കെ എന്താ വരുന്നത്? മോക്ക് വിദ്യാഭ്യാസത്തിന് ഒരു മാസം 5500 രൂപ വരും ഹോസ്റ്റൽ ഫീസായിട്ട്. പിന്നെ പുസ്തകം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പൈസ വേറെ സെപ്പറേറ്റ് വരും. പരീക്ഷ ഫീസ് അങ്ങനെയുള്ളതൊക്കെ വേറെ ഇതായിട്ട് വരും. അങ്ങനെ ഒത്തിരി പൈസ ആവശ്യമുണ്ട്. ഈ വർഷം തൊട്ട് ഗ്രാൻഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. 1 വർഷത്തെ ഗ്രാൻഡേ കിട്ടിയുള്ളായിരുന്നു. 3 വർഷമാണ് പഠിക്കേണ്ടത്. 2 വർഷം പൂർത്തിയായി. 2ാമത്തെ വർഷത്തെ തൊട്ട് ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇത് അവസാന വർഷമാണല്ലേ? ഇത് അവസാന വർഷമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജീവിക്കാനൊരു മാർഗമില്ലാതെ നിങ്ങളെങ്ങനെ കുഞ്ഞിന് ഫീസൊക്കെ കൊടുക്കുന്നേ? ഫീസൊന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാം. സർക്കാരിൽ എന്തെങ്കിലും വന്നാലാണ് കൊടുത്തോണ്ടിരുന്നത്. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? സ്റ്റേറ്റ് ബാങ്കിലുണ്ട്. സ്റ്റേറ്റ് ബാങ്കിൽ ആരുടെ പേരില്ല? ഭാര്യയുടെ പേരിലാണ്. എന്താ പേര് കിടക്കുന്നേ? തങ്കമണി സന്തോഷ്. തങ്കമണി സന്തോഷ്. ബ്രാഞ്ച് ഏതാ? ഇരുമ്പുപാലം ബ്രാഞ്ച്. ബാങ്ക് SBI. ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് അവരെ സഹായിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചതാണ്. കഴിഞ്ഞ ദിവസം കാലിന് വീണ്ടും പഴുപ്പ് കയറിയിട്ട് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം.
ഇവിടുന്ന് എത്ര ദൂരമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്? അത് 100 കിലോമീറ്റർ അടുത്തുണ്ട്. ഓ, അത്രയും വേണം. എങ്ങനെ പോവും ഇവിടുന്ന്? എനിക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അരമണിക്കൂർ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ വയറിന് വേദന തുടങ്ങും. ഈ പെട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ എങ്ങനെയാ പോകുന്നേ? ആംബുലൻസ് എന്തെങ്കിലും വിളിച്ച് വേണം പോകാൻ. ഓ, അങ്ങനെ പോകണമെങ്കിൽ ആംബുലൻസ് വിളിക്കണം. ആംബുലൻസ് ഉണ്ട്. അപ്പോൾ എത്ര രൂപ വേണം ഇവിടുന്ന് ആംബുലൻസിനോടം വരെ? 6000 രൂപയ്ക്ക് അടുത്താകും ആംബുലൻസ്. അതിന് വേണ്ടി മാത്രം 6000 രൂപ. 6000 രൂപയാകും. പ്രിയമുള്ളവരെ, ഇവിടെ സാഹചര്യം ഇങ്ങനെയാ. പ്രിയമുള്ളവരെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മുടെ കരമൊന്ന് നീട്ടണം. എന്താ പറയാമെന്നേ? ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ല എനിക്ക്. ഓ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇല്ല. കാർഡില്ല. അപ്പം എല്ലാം മരുന്നും നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്ന വന്നു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് മേടിക്കാനേ പറ്റുള്ളൂ. ഇഷ്ടം നമുക്ക് സഹായമൊന്നും കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും പൈസ കയ്യിലില്ല, നല്ലൊരു പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ആശുപത്രി പോകാൻ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റത്തില്ല. ഓക്കെ. നമ്മൾ എന്തെങ്കിലും ഇവർ നമ്മൾ സഹായിക്കണം പ്രിയമുള്ളവരെ. കാരണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ടെന്നറിയോ? ഇവരുടെ ഒന്നും പ്രശ്നങ്ങൾ ഒരു മനുഷ്യർക്ക് അറിയില്ല. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പുറലോകം അറിയുന്നില്ല പ്രിയമുള്ളവരെ. ഇവരുടെ വേദനകൾ ഉള്ളിലടക്കി ഇവരെ പോലുള്ള ആളുകൾ ജീവിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ 50 വയസ്സേ ഉള്ളൂ ഈ സഹോദരന്. ഈ കുടുംബത്തിലെ ഒരു അത്താണിയാണ്, ഒരാശ്രയമാണ്, മാനുഷികമായ ഒരു ആശ്രയമാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് ഈ കാല് മുറിച്ച ഈ സഹോദരന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായി തീരട്ടെ. വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും നഗ്നരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ജയിലിലായിരിക്കുന്നവർക്കും ആശുപത്രിയിലായിരിക്കുന്നവർക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, ഏതെങ്കിലും വിധത്തിൽ അവരെ ഒന്ന് സഹായിക്കണം. നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകയായിരിക്കാം, പക്ഷെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വലിയ ആവശ്യങ്ങൾക്കത് കാരണമാകും. എനിക്ക് 1 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, വോയിസ് റെസ്റ്റ്. സംസാരിക്കാൻ പാടില്ല. ഇനി വോക്കൽ കോഡിനകത്ത് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വോക്കൽ കോഡിനകത്ത് ഒരു തടുപ്പുണ്ട്. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ബയോപ്സിക്ക് അയക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി വന്നത് ഈ പ്രിയമുള്ളവരുടെ വേദനയും പ്രയാസങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. നമുക്കവരെ സഹായിക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിവതും ഈ വീഡിയോ ഷെയർ ചെയ്യണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.